ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലോട്ടൊരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു മ്യൂസിക്കിന്റെ ഒരു ഐക്കണും കൂടി കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏത് പാട്ടാണ് എന്നുള്ളതൊക്കെ ചിലപ്പം അതിൽ കാണിക്കും. അപ്പം അങ്ങനെ ഒരു ഐക്കണും ഇല്ലാതെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഫേസ്ബുക്കിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഞാനൊരു എക്സാമ്പിളിന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം എനിക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതും ആണ്. എന്തായാലും ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്യാണ്. ഇപ്പം ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്തപ്പം ഇവിടെ ഈ ഒരു മ്യൂസിക്കിന്റെ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടും ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഇപ്പം എനിക്ക് പാട്ട് വേണം, പക്ഷേ ഈ ഒരു ഐക്കൺ വേണ്ട. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു മ്യൂസിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഈ ഒരു ഐക്കണിന്റെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇതിൽ മ്യൂസിക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മ്യൂസിക് ഉണ്ട്, പക്ഷേ ആ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടില്ല. ഇപ്പം ഇവിടെ മ്യൂസിക്കിന്റെ ആ ഒരു ആൽബത്തിന്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഈ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മ്യൂസിക്കിന്റെ ഐക്കൺ ഇല്ലാതെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.